അടിപൊളി ടേസ്റ്റിലുള്ള ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്നിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഹായ് ഫ്രണ്ട്സ്, അന്ന ഫുഡ്സിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചില്ലി ചിക്കനാണ്. ചില്ലി ചിക്കൻ തയ്യാറാക്കുന്നതിന് വേണ്ടി 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണിത്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 മുട്ട പൊട്ടിച്ചൊഴിക്കും, 1 സ്പൂൺ കോൺഫ്ലവർ, 1 സ്പൂൺ മൈദ. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഈ വിനാഗിരി കുപ്പിയുടെ അടപ്പിന് ഒരടപ്പ് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനിലേക്ക് മസാല എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. നമ്മൾ ഈ ചിക്കനിലേക്ക് കളറൊന്നും ചേർത്തിട്ടില്ല. റെഡ് കളറിൽ വേണമെന്ന് ആവശ്യമുള്ളവർക്ക് കളർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഈ മസാലപ്പൊടികൾ ചേർത്ത സമയത്ത് കുറച്ച് റെഡ് ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഒരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നപ്പോൾ നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്യാനുള്ള എണ്ണ സൺഫ്ലവർ ഓയിൽ ഇഷ്ടമുള്ളവർക്ക് സൺഫ്ലവർ ഓയിൽ എടുക്കാവുന്നതാണ്. അല്ലാത്തവർക്ക് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് ചിക്കൻ ചില്ലിയുടെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ചിക്കൻ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കോരി മാറ്റാം. ചിക്കനെല്ലാം നമ്മൾ മുഴുവനായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കനെല്ലാം നമ്മൾ വറുത്ത് കോരിയതിന് ശേഷം അതേ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളിയും 6 വെളുത്തുള്ളിയുടെ അല്ലിയാണ് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. 6 പച്ചമുളക്, 1 വലിയ സവാള, 1 ക്യാപ്സിക്കം. സവാളയും ക്യാപ്സിക്കും ഒക്കെ നല്ലതുപോലെ വഴഞ്ഞു വന്നിട്ടുണ്ട്. സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്പ്രിംഗ് ഓണിയൻ ഇല്ല, അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ സ്പൂണിന് 2 സ്പൂൺ റെഡ് ചില്ലി സോസ്, 3 സ്പൂൺ ടൊമാറ്റോ സോസ്, 2 സ്പൂൺ സോയാ സോസ്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സ്പൂണിന് 1 സ്പൂണ് കോൺഫ്ലവർ കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തത് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായി വളരെ കുറച്ച് പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത്രയും പഞ്ചസാര എടുക്കുന്നുള്ളൂ. ഇതിൻ്റെ മുകളിലായി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ചില്ലി ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയിലുള്ള നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചില്ലി ചിക്കനാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്